കാരണഭൂതൻ്റെ കാലത്ത് ജയിലിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടി കഴിഞ്ഞിരുന്ന ടി.പി. വധക്കേസ് പ്രതി കൊടി സുനിക്ക് വലിയ പണി കെട്ടി പുള്ളിയെ പണിഷ്മെൻറ്റ് സെല്ലിലേക്ക് മാറ്റി. ഈ പുള്ളി ജയിലിൽ കിടന്ന സമയത്ത് ഭരണം മാറിയൊന്നും അറിഞ്ഞില്ലയോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പുണ്ട്, ഒറ്റയ്ക്കൊരു സെല്ലാണ് ഇട്ടിരിക്കുന്നത്. പണിഷ്മെൻറ്റ് സെല്ലെന്ന് പറഞ്ഞാൽ അത് വളരെ ഏകാന്ത തടവ് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമുക്കറിയാം LDFൻ്റെ കാലത്ത്, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് രാജകീയമായിരുന്നു ഇവർക്ക്. പണ്ട് തമിഴ് ഹിന്ദി സിനിമകളിലൊക്കെ കാണുമല്ലോ, ഈ വലിയ ലാൻഡ് ലോഡ്സിനെയൊക്കെ ഭൂപ്രഭുക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ AC മുറിക്കകത്ത് രണ്ട് ജയിലർമാരിരുന്ന് കാല് തടവി അവിടെ കൊണ്ട് കിടത്തുന്ന ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നു ഒരു സീനുണ്ടായിരുന്നു. അപ്പം അതേ രീതിയിലാണ് കൊടിസുനിയൊക്കെ കഴിഞ്ഞിരുന്നത്. അവരെ ഏതൊക്കെ ജയിലിൽ പാർപ്പിച്ചിരുന്നോ അവിടെയെല്ലാം മദ്യം, കഞ്ചാവ്, അവർക്ക് വേണ്ട ഫുഡ്, പുറത്തു നിന്നുള്ള ഫുഡ്, ഫോൺ, എന്തിന് മൊബൈൽ ഫോൺ വരെ അവസരം വരെ അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കൊടിസുനി പറയാം, സാറന്മാരെ 2 എണ്ണം അടിക്കണം. അടിച്ചു. 2 എണ്ണമായിട്ട് ആൾ വരുന്നു, അവിടെ ഹോട്ടലിൽ കയറുന്നു, ഭക്ഷണം കഴിക്കാൻ കൂട്ടത്തിൽ 2 എണ്ണം അടിക്കുന്നു. ഈ 2 എണ്ണം അടിച്ചിട്ട് പോലീസുകാരിറങ്ങി വെളിയിൽ നിൽക്കുന്നു, ഇവന്മാർ 2 എണ്ണം അടിക്കുന്നു, അർമാദിക്കുന്നു, ഇഷ്ടം പോലെ സമയം കൊടുക്കുന്നു, തിരിച്ചുകൊണ്ട് സെല്ലിൽ കൊണ്ട് കയറ്റുന്നു. അവരെ എതിർക്കാൻ പറ്റുമോ? കാരണഭൂതൻ അപ്പം വിളിച്ചു കൊടുക്കും. പിന്നെ അടിക്കടി പരോള്, അടിക്കടി. ഇനി ജയിൽ ഉദ്യോഗസ്ഥർ കൊടിസുനിയോട് പറയുകയാണ് മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവനെ കൊടിസുനി അടിച്ച് എവിടെയെല്ലാം തല്ലി, ഏതെല്ലാം ജയിലിൽ കിടന്നു തല്ലി. അതെ, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ രാജകീയ പ്രൗഢിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് കഴിഞ്ഞു പോരുന്ന ആൾക്കാരാണ്. കാരണം പിണറായി വിജയൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു കൊടിക്ക് ഒരു പൊടി പോലും സംഭവിക്കാൻ പാടില്ല. അദ്ദേഹം മൃഗങ്ങളെയും പക്ഷികളെയും വരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കൊടിസുനിയെ സ്നേഹിച്ചേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ പരോളായാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാനുള്ള അവസരം, പരോൾ കഴിക്കാനുള്ള. ഇപ്പം നാളെ കൊടിസുനി വിളിച്ചിട്ട് പറയുകയാണ്, സാറേ എനിക്ക് മട്ടൻ കഴിക്കണം, ഉടനെ മട്ടൻ, ഇന്ന് സ്പെഷ്യൽ മട്ടൻ. ആ രീതിയിൽ ജയിൽ സൂപ്രണ്ടായി പ്രവർത്തിച്ചിരുന്നത് പല സ്ഥലങ്ങളിൽ കൊടിസുനിയും അവരുടെ കൂട്ടുകാരും ഒക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ തവനൂർ മലപ്പുറം ജില്ല തവനൂർ ജയിലിൽ ആയിരുന്നു. അപ്പോൾ അവിടെ ഈ ജയിലിന് തടവുകാർക്ക് വിളിക്കാൻ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്, ഫോൺ വിളിക്കാനുള്ള കാർഡ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വിളിക്കാൻ പറ്റും. 3 പേരെ വിളിക്കാൻ പറ്റുകയുള്ളൂ ഈ കാർഡിൽ. അപ്പോൾ ഇയാളുടെ കാർഡിൻ്റെ 3 പേരെ വിളിക്കാനുള്ള കാലാവധി കഴിഞ്ഞു. അപ്പോൾ ഇയാൾ കൂടെ കിടക്കുന്ന തടവുകാരനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ കാർഡ് വാങ്ങിയിട്ട് ഇയാൾ അതിലൂടെ വേറെ ആൾക്കാരെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇതാണ് അവിടെ പിടിച്ചത്. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ പിടിക്കുന്ന ഉദ്യോഗസ്ഥനെ അപ്പം തന്നെ ഒന്നീ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്തവണ ഭരണം മാറി. ഇപ്പോൾ കൊടിസുനിയുടെ ഈ ഫോൺ വിളി അവിടെ പിടിക്കും, അവരെ പിടി വീണതിന് ശേഷം എന്ത് ചെയ്യുന്നു, കൊടിസുനിയെ നേരെ കൊണ്ടുപോയിട്ട് തടവുകാരുടെ ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു സെല്ലിലേക്ക് മാറ്റും. പണിഷ്മെൻറ്റ് സെല്ലാണ്. ഒന്നും അറിയത്തില്ല, പുറത്തെന്ത് നടക്കുന്ന അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇങ്ങനൊരു കാരണം ശരിക്കും ജയിൽ ഉദ്യോഗസ്ഥരും പോലീസും സർക്കാരും ഒക്കെ നോക്കിയിരുന്നപ്പോഴാണ് ഇയാൾ ഇങ്ങനൊരു പണി ഒപ്പിച്ചു വെച്ചത്. എന്തായാലും ഇപ്പോഴാണ് ശരിക്കും അയാൾ തടവുകാരനായി മാറിയത്. അതെ, മറ്റേത് അതിഥിയായിരുന്നു, വിശിഷ്ടാതിഥിയായിരുന്നു, VIP പരിഗണനയായിരുന്നു. അത് ആരൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല, ഇടത് സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണൂർ ജയിലിലേക്ക് ഇയാളെ മാറ്റാനൊരു നീക്കം നടന്നിരുന്നു. അവിടെ പാർട്ടി സെല്ല് തന്നെ ഉണ്ടല്ലോ, കണ്ണൂർ ജയിലിൽ പാർട്ടി സെല്ലുണ്ട്, അവിടെ അവർ കിടക്കുള്ളൂ. പിന്നെ അപ്പോൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് മദ്യവും മയക്കുമരുന്നും വേണ്ട വേറെ കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമായിരുന്നു. അപ്പം ഇപ്പോൾ സർക്കാർ മാറി, കൊടിസുനിമാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നാളിൽ തന്നെ ഒരുത്തന്നെ ഇതുപോലെ പരോള് കിട്ടിയവൻ്റെ പരോള് റദ്ദാക്കാൻ വേണ്ടി സർക്കാർ ഓടി നടക്കുന്നുണ്ടായിരുന്നല്ലോ. കാരണം LDF സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് മാക്സിമം ചെയ്തു കൊടുക്കാവുന്ന അത്രയും ഇവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് എന്തായാലും ഭരണം തുടരും, ഇനി ഇൻ കേസ് തുടർന്നില്ലെങ്കിൽ എന്ന് കരുതിയാണ് ഇങ്ങനെ. പക്ഷേ കൊടിസുനിയൊക്കെ CPI നേതാക്കൾ പേടിച്ചേ പറ്റും, വേറെ ഒന്നും കൊണ്ടല്ല. TP വധക്കേസിലെ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അതെ, അയാൾക്ക് നേതാക്കന്മാരെ പേര് ഇവൻ വിളിച്ച് പറയുന്നുള്ള ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സൗകര്യവും കൊടുത്തു തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഇനിയിപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് അതിൻ്റെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാ ഭൂതങ്ങളും ഇയാളെ ഭയക്കണം. ഇയാളെയും ജയിലിൽ കിടക്കുന്ന TP വധക്കേസിലെ പ്രതികളെ പേടിച്ചേ പറ്റുള്ളൂ. അവിടെയാണ് അവർ രഹസ്യങ്ങൾ കൂടെ അവരിലുണ്ടല്ലോ, അവർക്കറിയാലോ ആരാണ് ഏർപ്പാടാക്കിയത്, കൊല്ലാൻ പറഞ്ഞ ആരാണ്, പൈസ തന്നവൻ ആരാണ്, ഫോൺ ചെയ്ത ആരാണെന്ന് മുഴുവൻ കഥ അവർക്കറിയാം. ഇത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത്.
ഇവരൊക്കെ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ പോയി കിടക്കുമ്പോൾ അവരെ വീട്ടുകാരെ ചിലവ് പാർട്ടി വഹിക്കേണ്ടി വരും. പിന്നെ വലിയ തുക പൈസ വാങ്ങിക്കുമായിരിക്കും. ഇറങ്ങുമ്പോൾ പൈസ ചിലവിന് പൈസ കൊടുക്കേണ്ടി വരും പാർട്ടി. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ജയിൽ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മൊത്തം CPM-കാരാണ്. ആണ്. കാരണം ഈ നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിൽ ജോലിക്ക് കയറിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കേണ്ടതാണ്. ഇവരെങ്ങനെ ഇതിലേക്ക് വന്നു, ഇവരുടെ ചോദ്യപേപ്പർ ഉത്തരക്കടലാസും അടക്കം പരിശോധിച്ച് വേണം ഇവർ ടെസ്റ്റ് എഴുതി. പോലീസ്, ജയില് തുടങ്ങിയിട്ടുള്ള ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെയാണല്ലോ. കാരണം ഒരുപാട് ഇടത്തു നിന്ന് ഞെട്ടിക്കുന്ന പല വാർത്തകളും വരുന്നുണ്ട് ഇത് സംബന്ധിച്ച്. ഈ വനിതാ ജയിലുകളിൽ നടന്ന വാർത്ത നമ്മൾ തന്നെ പലതും കൊടുത്തിട്ടുള്ളത്, ഇവർ പലതും കാണിച്ച വിക്രിയ. അതാണ്. പിന്നെ നേരത്തെ നമുക്കറിയാം കാർണവർ വധക്കേസിലെ പ്രതിയായിരുന്ന ഷെറിനൊക്കെ അവിടെ VVIP ജയിൽ ഭരിച്ചിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് അവരുടെ കൂടെ ഇറങ്ങി ഇവർക്കെതിരെ പറഞ്ഞ ഒരു ലേഡി ഉണ്ട്, അവരെ പിന്നീട് കൊല്ലപ്പെട്ടതിലേക്ക് കണ്ടെത്തി. ഈ ഷെറിൻ്റെ കള്ളക്കളികളെല്ലാം വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇട്ടില്ല അല്ലേ? ജയിൽ മോചിതയാക്കാൻ വേണ്ടി ഒരു നീക്കമൊക്കെ പോയില്ലേ? പോയെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ ഓർക്കുന്നില്ല. അല്ല, ജയിൽ മോചിതയായി അവർ പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ശരി, ജയിലിലും ആഭ്യന്തര വകുപ്പിലും ഒക്കെ പതുക്കെ ഭരണം മാറിയതിൻ്റെ ലക്ഷണങ്ങൾ തെളിഞ്ഞു വരുന്നു. കൊടിസുനിമാരൊക്കെ ഇനി അകത്ത് തന്നെ കിടക്കും, പുറത്തിറങ്ങുന്ന പരിപാടിയില്ല. ഈ ഭരണം മാറിയത് അറിയാത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് മുരളീധരൻ പറഞ്ഞതിന് ഒരു അനുബന്ധം കൂടെ ആയിട്ട് ഇത് ഭരണം മാറിയത് അറിയാത്ത ചില ജയിൽ പുള്ളികളും ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കൊടിസുനിയൊക്കെ ഇങ്ങനെ അകത്ത് ശരിക്കും തടവ് അനുഭവിക്കാൻ തുടങ്ങിയ ആ ഒരു ഇതിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അതിനകത്തൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം. ഇനി ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർക്കുള്ള ശിക്ഷ ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറകെ വന്നുകൊണ്ടിരിക്കുകയുമാണ്.